തിരിച്ചടികളിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന ചരിത്രമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ തിരുത്തി ഇടതുപക്ഷം ഇനിയും ശക്തമായി നിലകൊള്ളണമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള തിരുത്തൽ നടപടികളാണ് ഇടതുപക്ഷവും പിണറായി സർക്കാരും ചെയ്യേണ്ടതും. അങ്ങനെ മുമ്പ് ചെയ്തതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ അവർക്ക് തിരിച്ചു വരാനും സാധിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, CPM കേഡറുകളെ പോലും നിരാശപ്പെടുത്തുന്നതും പ്രകോപിപ്പിക്കുന്നതാണെന്നത് പറയാതെ വയ്യ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച വിവാദവും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതും അല്ലെന്ന് പറയുന്ന പിണറായി വിജയൻ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. പന്തളം, കൊടുങ്ങല്ലൂർ നഗരസഭകളിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതാണ് ഇതിന് ഉദാഹരണമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങളും BJPയിലെ ചേരിപ്പോരുമാണ് ഈ നഗരസഭകളിൽ പ്രതിഫലിച്ചത് എന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും പിണറായി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളുടെ മുന ഒടിക്കാനാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒടിഞ്ഞു പോവുക ഇടതുപക്ഷമാണെന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കോൺഗ്രസിനോടോ മുസ്ലിം ലീഗിനോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടുമുള്ള ജനങ്ങളുടെ എതിർപ്പ് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇത്ര വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളിയെ ഔദ്യോഗിക കാറിൽ കയറ്റിക്കൊണ്ടുപോയതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ഈ ദൃശ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരേ സ്ഥലത്തേക്ക് പോകുന്നവരായതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ ഒപ്പം കൂട്ടിയത് എന്ന വാദമൊന്നും കേരളത്തിൽ വില പോവില്ല. ഇങ്ങനെ ഒരേ സ്ഥലത്തേക്ക് പോകുന്ന എത്ര പേരെ പിണറായി മുമ്പ് സ്വന്തം വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട് എന്ന ചോദ്യം പ്രസക്തമാവുന്നത് ഇവിടെയാണ്. ഏത് സമുദായത്തിൽപ്പെട്ട നേതാവായാലും മറ്റ് സമുദായങ്ങളെ അവഹേളിക്കുന്നവരെ മാറ്റി നിർത്തുക തന്നെ വേണം. അത് ഹൈന്ദവ സംഘടനാ നേതാവായാലും മുസ്ലിം സംഘടനകളുടെ നേതാവായാലും ക്രൈസ്തവ സംഘടനകളുടെ തലവനായാലും മുഖ്യമന്ത്രിയെ പോലുള്ളവര് മാറ്റി നിർത്തുക തന്നെ വേണം. മതേതര കേരളം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടതിന് മറ്റൊരു കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട CPM നേതാക്കൾക്കെതിരെ സസ്പെൻഷൻ നടപടി പോലും എടുക്കാതിരുന്നത് ഇടതുപക്ഷത്തിനെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതില് വിവാദമായിട്ടുള്ള പോറ്റിപ്പാട്ടും ഉൾപ്പെടും. RSSന്റെ ബുദ്ധിയിൽ പിറന്ന കേന്ദ്ര പദ്ധതിയായ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതും ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഈ ഒരു പുതിയ കാലത്ത് മുഖ്യമന്ത്രിയുടെയും CPM നേതൃത്വത്തിലെ ചിലരുടെയും ഇത്തരം നിലപാടുകളാണ് UDF അർഹിക്കാത്ത വിജയം അവർക്ക് ലഭിക്കാൻ കാരണമായിരിക്കുന്നത്. ഇതേ നിലപാട് ഇനിയും തുടരാനാണ് മുഖ്യമന്ത്രിയുടെ ഭാവമെങ്കിൽ പ്രതിപക്ഷം പരിഹസിക്കുന്നത് പോലെ രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായാണ് പിണറായി വിജയൻ മാറുക. വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് ഈഴവ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന് കരുതുന്നത് ഇടതുപക്ഷത്തിൽ ലഭിക്കുന്ന ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടാനാണ് ഇടവരുത്തുക എന്നതും തിരിച്ചറിയുന്നത് നല്ലതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം മാത്രം മുൻനിർത്തി BJPയെ ചെറുതായി ഒരിക്കലും മുഖ്യമന്ത്രി കാണരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതി തന്നെ വേറെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് പോയ ഇടതുപക്ഷ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും ആത്യന്തികമായി നേട്ടാവുക UDFനാണ് എന്നതിലും നമുക്കൊരു സംശയം വേണ്ട. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ തുറന്നു പറയേണ്ടി വരുന്നത് തന്നെ തിരുത്താനുള്ള ഉദ്ദേശം മുഖ്യമന്ത്രിക്ക് ഇല്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. പാർട്ടിക്ക് മേലെ പരുന്തും പറക്കില്ലെന്ന് പറയുന്ന CPM പ്രവർത്തകര് പിണറായി വിജയന് മീതെ ഇപ്പോൾ പാർട്ടി പറക്കില്ലെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇടതുപക്ഷമില്ലാത്ത കേരളം ശരിക്കും നന്മകളില്ലാത്ത കേരളമായി മാറുമെന്ന് ഭയക്കുന്ന അനവധി പേർ നമുക്കിടയിലുണ്ട്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഒന്നും അറിയില്ലെങ്കിലും CPMനെ പോലുള്ള പാർട്ടി ഇവിടെ ഉള്ളതിന് CCTVക്ക് തുല്യമായാണ് അവർ വീക്ഷിക്കുന്നത്. അത് നൽകുന്ന സുരക്ഷിതത്വ ബോധമാണ് തിരുത്താൻ ഉദ്ദേശമില്ലെന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടെ ഇപ്പോൾ ശരിക്ക് ത്രിശങ്കുവിലായിരിക്കുന്നത്.